നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫർണങ്ങാനത്തുള്ള സെന്റ് അൽഫോൺസ് ക്യാൻറ്റീൻ ആൻഡ് ഫുഡ് കോർട്ടാണ്. തീർത്ഥാടന കേന്ദ്രമായ ഫർണങ്ങാനം പള്ളി സന്ദർശിക്കാൻ എത്തുന്നവർക്കും വാഗമൺ, ഇലവിഴാപ്പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല് മുതലായ കോട്ടയം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർക്കും വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഹോട്ടലാണിത്. AC, non-AC കാറ്റഗറികളിലായി ഒരേ സമയം 200ഓളം പേർക്ക് ഭക്ഷണം കഴിക്കുവാനും 100ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുമായി കഴിയുമെന്നതാണ് ഈ ഹോട്ടലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരള, ചൈനീസ്, കോണ്ടിനെന്റൽ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. രാവിലെ 7 മുതൽ രാത്രി 9 വരെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം തീർച്ചയായും ഈ വഴി പോകുന്നവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇവ കൂടാതെ എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഡെസ്റ്റിനേഷൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കുമളിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന സത്രത്തിലേക്കാണ്. സത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായും കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ രാവിലെ ഏകദേശം 6:30 നമ്മൾ സത്രത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിലൂടെയാണ്. എന്താണെന്നറിയില്ല, ഇന്ന് നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുമളി ചെല്ലുമ്പോഴും നല്ല തണുപ്പാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിലൂടെയുള്ള യാത്ര ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടയം കുമളി റൂട്ടിലൂടെയാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇനി അടുത്തായി കാണാൻ പോകുന്നത് കുട്ടിക്കാനത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ വേനലൊക്കെ ആയതുകൊണ്ട് നമുക്കിവിടെ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഇവിടെ വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊന്നുമില്ല. പക്ഷെ കുറച്ച് ആളുകളൊക്കെ അവിടെ കൂടി നിൽക്കുന്നൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ സത്രത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പീരിമേട് ടൗണിലൂടെയാണ്. ഇപ്പോൾ കൊറോണയുടെ ഇതൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പൊതുവെ ഇവിടെ ടൗണിൽ തിരക്ക് കുറവാണ്. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്ന വഴി പട്ടുമല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഏറെ പ്രശസ്തിയാർന്ന ഒരു പള്ളി ഇവിടെയുണ്ട്. പട്ടുമല മാതാവിന്റെ പള്ളിയാണിത്. ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഫ്രണ്ട്സ്, അങ്ങനെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് വണ്ടിപ്പെരിയാറിലാണ്. വണ്ടിപ്പെരിയാറിൽ നിന്നും സത്രത്തിലേക്ക് ഏകദേശം ഒരു 13 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്ര തുടരുകയാണ്. ാണെന്നറിയില്ല, നമ്മൾ ഇതുവരെ പല വഴികളിലൂടെയും യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം സീനറിയുള്ള വഴി ഇത് ആദ്യമായിട്ടാണ്. കാരണം ഇങ്ങോട്ട് നോക്കിയാൽ 2 സൈഡിലും ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. നിങ്ങളൊരു സെൽഫ് ഡ്രൈവ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു വഴിയാണ് ഈ കുമളി സത്രം റൂട്ട് എന്ന് പറയുന്നത്. വണ്ടിപ്പെരിയാറിൽ നിന്നും ഇവിടേക്ക് KSRTC ബസ് സർവീസ് ഉണ്ട്. അപ്പം നമുക്ക് KSRTCക്ക് വേണമെങ്കിലും സത്രത്തിൽ എത്തിച്ചേരാനായി കഴിയും. അങ്ങനെ നമ്മൾ സത്രത്തിലേക്കുള്ള യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി സത്രത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യം തന്നെ പോകുന്നത് സത്രം ഗ്രൗണ്ടിലേക്കാണ്. അതായത് സത്രത്തിന്റെ എൻഡ് അവിടെയാണ്. ഇതാണ് സത്രം ഗ്രൗണ്ട്. ഇവിടെയാണ് സത്രം അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ശബരിമലയ്ക്ക് പോകുന്നവരുടെ ഒരു ഇടത്താവളമായിരുന്നു ഈ സത്രം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സത്രം എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത്. ഇനി നമ്മൾ അടുത്തതായി സത്രത്തിന്റെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. അങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ്. ഫുൾ ഓഫ് റോഡിംഗ് ആണ്. പോകുന്ന വഴിക്ക് നമുക്ക് പഴയ കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ സത്രം വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ജീപ്പിനാണ്. കാരണം അങ്ങോട്ടുള്ള വഴി ഫുൾ ഓഫ് റോഡാണ്. അപ്പം ജീപ്പിന് മാത്രമേ നമുക്ക് അതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിച്ചേരാനായിട്ട് കഴിയത്തുള്ളൂ.
അങ്ങനെ നമ്മൾ ഫൈനലി സത്രം വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അകലെ കാണുന്ന ആ മലയാണ് സത്രം വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കാണാം വ്യൂ പോയിന്റിന്റെ മുകളിലേക്കുള്ള വഴി ഫുള്ള് ഓഫ് റോഡാണ്. കാരണം ജീപ്പിന് മാത്രമേ നമുക്ക് ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ജസ്റ്റ് ജീപ്പിൽ നിന്ന് ഇറങ്ങിയതാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫൈനലി സത്രത്തിൽ എത്തിയിരിക്കുകയാണ്. സത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ചുറ്റും നമുക്ക് ഫുള്ളും മലനിരകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെയധികം മനോഹരമായ ഒരു സ്ഥലമാണ് സത്രം എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് 2 വ്യൂ ഗാലറി ഉണ്ട്. ഇവിടെ നിന്നാൽ ഇവിടുത്തെ മലനിരകളെല്ലാം ഇതിൻ്റെ മുകളിൽ കയറുന്ന നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാനൊക്കെ സാധിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുറച്ച് ഓഫ് റോഡിന് ശേഷമാണ് ഈ സത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് നമ്മൾ ജീപ്പിനാണ് ഇങ്ങോട്ട് വന്നത്. അതായത് കാറിനൊന്നും ഇങ്ങോട്ട് വരവ് നടക്കില്ല. കാരണം മൊത്തം കട്ടറും ജീപ്പിന് മാത്രമേ സഞ്ചരിക്കാൻ പറ്റുന്ന പാതകളാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകിലായിട്ട് ഒരു റോഡ് പോലത്തെ ഒരു സംഭവം കാണാം. അതൊരു റൺവേ ആണ്. അതായത് NCC കേഡറ്റ്സിനായിട്ട് അവരുടെ ചെറിയ ചെറിയ പ്ലെയിനുകളൊക്കെ ഇവിടെ ഇറക്കാനായിട്ടുള്ള അവരുടെ പരിശീലനത്തിന് മറ്റുമായിട്ടുള്ള ഒരു റൺവേ ആണ് താഴെ കാണുന്ന. ഈ മാസം 26-ാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇപ്പം നമ്മുടെ ജീപ്പിന്റെ ഡ്രൈവർ ചേട്ടൻ സത്രത്തെക്കുറിച്ചും അതിന്റെ ഓഫ് റോഡിങ്ങിനെ കുറിച്ചെല്ലാം നമ്മളോട് സംസാരിക്കുന്നതാണ്. അതായത് 2.5 മണിക്കൂർ ചുറ്റി കറക്കി കാണിക്കും. അതാണ് ഈ സത്രം എന്നറിയപ്പെടുന്നത്. സത്രം എന്നറിയപ്പെടുന്നത് വെച്ചാൽ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ ശബരിമലയ്ക്ക് പോകുന്ന അമ്പലമാണ്. അങ്ങനെ ഒരു അമ്പലം ഇരുന്ന കാരണമാണ് സത്രം എന്ന് പേര് വെച്ചിരിക്കുന്നത്. പിന്നെ സത്രം ഓഫ് റോഡ് എന്ന് പറയും. അതാണ് ഇതിൻ്റെ ഇതായുള്ള ഒരു കാര്യം. പിന്നെ ഇവിടെ സത്രം വെച്ചാൽ അറിയാമല്ലോ, ഇത് റൺവേ ഉണ്ട്. റൺവേ 26-ാം തീയതി ഉദ്ഘാടനമാണ്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ ഒരു പണി നല്ല സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ലപോലെ പോവാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആർക്കും വന്നാലും ഇഷ്ടപ്പെടും. അങ്ങനെ സത്രത്തിൽ നിന്നുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ